ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നില്ല. ഭരണപക്ഷത്തെ MLA-ക്കെതിരെ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെന്റാണ് ഇത്. ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സർക്കാർ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുക. രാജ്യത്തിന് തന്നെ മാതൃകയായി എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നു വന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിലപാടാണ് അതിനെതിരായി സ്വീകരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിവിധ മേഖലയിൽ സ്വീകരിച്ച നിലപാടും മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടന്ന കടന്നാക്രമങ്ങളെ ഗവൺമെന്റ് സമീപിച്ച രീതിയും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ വളരെ ഗൗരവപൂർണമായ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യമാണ്. മുകേഷിന്റെ രാജിയെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഈ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തി. നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ട്, അതാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇന്ത്യ രാജ്യത്ത് 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതിൽ BJP 54, കോൺഗ്രസ് 23, TDP 17, ആം ആദ്മി പാർട്ടി 13 എന്നിങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അവരാരും MP സ്ഥാനമോ MLA സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ 2 MLA-മാർക്കെതിരായി കേസുണ്ട്. ഒരാൾ ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിട്ടുള്ളവർ ആ സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സ്ഥാനം, അതാണ് മന്ത്രി എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാവാൻ ഇടയുള്ള ഇടപെടൽ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായി ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന കാര്യം ആലോചിച്ചു. കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. LDF ഇതൊരു സംബന്ധിച്ചെടുത്ത തീരുമാനവും ഇവിടെ ആലോചിക്കേണ്ടതുണ്ട്. PJ ജോസഫ്, നീല ലോഹിതദാസ് നാടാർ, ജോസ് തെറ്റയിൽ ഇവരെല്ലാം MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിരുന്ന സന്ദർഭത്തിൽ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല.
അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്ന പ്രസ്താവന ശശി തരൂർ നടത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലുള്ള അനുഭവം കൊണ്ടായിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഉന്നതാധികാര സമിതികളിലുള്ള പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും MLA എന്ന നിലയിൽ നൽകേണ്ടതില്ല. അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് അതാണ്. നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും MLA ആയി എന്നുള്ളതുകൊണ്ട് നൽകേണ്ടതില്ല. ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം. നീതി എല്ലാവർക്കും ലഭ്യമാക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. അത് ഏത് ഉന്നതനായാലും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നതാണ് പാർട്ടിയുടെ നയം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം. രാജ്യത്ത് തന്നെ മാതൃകയായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ രൂപപ്പെടണം എന്ന് തമിഴ്നാട് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനം മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മിറ്റികൾ രൂപപ്പെട്ട് പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യമാണ് ഇപ്പോൾ ദേശവ്യാപകമായിട്ട് തന്നെ ഉയർന്നു വരുന്നത്. ഹോളിവുഡിൽ ഉൾപ്പെടെ ഇതിന്റെ പ്രതിഫലനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ രംഗത്ത് മാതൃകാപരമായ നടപടിയായി സംസ്ഥാന സർക്കാരിന്റെ ഈ ഇടപെടലിനെ കാണുക. വരും നാളുകളിൽ കേരളത്തിന്റെ ഈ ഇടപെടൽ മാതൃകാപരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലയാള സിനിമ ലോകോത്തരമായ തലത്തിലേക്കാണ് ഉയരുന്നത് എന്നത് നമ്മൾ കാണണം. മലയാള സിനിമ രംഗമാകെ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന പ്രവണതയും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും വലിയ പ്രതിഭകളെ സംഭാവന ചെയ്യുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. 2024 ജൂൺ 28 എക്കണോമിക്സ് വാരിക ഇന്ത്യയിലെ സിനിമയുടെ ഹബ്ബായി മലയാള സിനിമ മാറുന്നു എന്നതിനെ പറ്റിയുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.